ഹായ്, ഇറ്റ്സ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ഡബ്ല്യൂ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് ഫസ്റ്റ് കോപ്പൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് വാട്ട് ഈസ് കള്ളക്കടൽ, എന്താണ് കള്ളക്കടൽ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. കടൽ പെട്ടെന്ന് പ്രക്ഷുബ്ധമാവുകയും അതോടൊപ്പം കടലിൽ പ്രക്ഷുബ്ധമായ തിരമാലകൾ രൂപപ്പെടുകയും ആ തിരമാലകൾ 0.5 മീറ്റർ മുതൽ 1.5 മീറ്റർ ഉയരത്തിൽ 1.5 മീറ്റർ വരെ ഉയരാൻ സാധ്യതയുണ്ട്. ഇതിനെയാണ് കള്ളക്കടൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാവുകയും ചെയ്യുന്നു. തീരദേശ പ്രദേശങ്ങളെല്ലാം വെള്ളം വ്യാപിക്കുന്നു. ഇതിനെയാണ് കള്ളക്കടൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പേര് വരുവാനായിട്ടുള്ള കാരണം കള്ളനെ പോലെ കടന്നു വരുന്ന തിരമാലകൾ, അതിനെയാണ് ഇതിനെ കള്ളക്കടൽ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ കള്ളക്കടൽ എന്ന് വിളിക്കുന്നത്. കള്ളക്കടൽ, അതോടൊപ്പം വ്യാജ തിരമാലകൾ, വീർപ്പ് മുട്ടുന്ന തിരമാലകൾ എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇത് മൺസൂണിന് മുമ്പോ, സാധാരണ ഈ പ്രതിഭാസം ഉണ്ടാകുന്നത് മൺസൂണിന് മുമ്പോ അല്ലെങ്കിൽ കാലവർഷത്തിന് ശേഷമോ ആയിരിക്കും ഈ പ്രതിഭാസം ഉണ്ടാകുന്നത്. ഇത് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ വരെ നീണ്ടു നിന്നേക്കാം. അങ്ങനെയാണിത് പറയപ്പെടുന്നത്, ഇതിനെക്കുറിച്ച് പറയപ്പെടുന്നത്. അതോടൊപ്പം ഉയർന്ന വേലിയേറ്റ സമയത്ത് ജലനിരപ്പിൽ നിന്നും ഏകദേശം 3 അല്ലെങ്കിൽ 4 മീറ്റർ ഉയരത്തിൽ വരെ തിരമാലകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വേലിയേറ്റ സമയത്ത് 3 മുതൽ 4 മീറ്റർ ഉയരത്തിൽ വരെ. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ പെട്ടെന്ന് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇതുണ്ടാവാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനമാണ്. ഇപ്പോൾ നമുക്കറിയാം, കാലാവസ്ഥയിൽ വൻ വ്യതിയാനമാണ്. ചൂട്, സഹിക്കാൻ പറ്റാത്ത ചൂട്, അതോടൊപ്പം ഇപ്പോൾ കടൽ പ്രക്ഷുബ്ധമാകുന്നു. അങ്ങനെ പലതരത്തിലുള്ള ഇത് മനുഷ്യരിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ഭാവിയിൽ എന്തൊക്കെ വീക്ഷിക്കാനാവുമെന്ന് നമുക്ക് കണ്ടറിയാം. കൂടുതൽ അപകടങ്ങളിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് കള്ളക്കടൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.